ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 20 മാർക്ക് നമുക്ക് സെറ്റ് ആക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്, ISI പബ്ലിഷ് ചെയ്യുന്ന ജേണലിന്റെ പേര് എന്താണ് എന്നുള്ളത്. പേര് വരുന്നത് എന്താണ്? സംഖ്യ എന്നാണ് ആ ജേണലിന്റെ പേര് വരുന്നത്. അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാറുണ്ട്, സംഖ്യ എന്ന ജേണൽ പബ്ലിഷ് ചെയ്യുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ISI ആയിരിക്കും അതിന്റെ ആൻസർ. സോ ISI സംഖ്യ എന്നുള്ളത് ലിങ്ക് ചെയ്ത് വെച്ചോളാം. നെക്സ്റ്റ് വരുന്നത് NSSOയുടെ 4 ഡിവിഷൻസ് ഏതൊക്കെയാണ്? 4 ഡിവിഷൻസ് എന്ന് പറയുന്നത് SDRD, DPD, FOD ആൻഡ് CPD ആണ്. SDRD എന്ന് പറഞ്ഞാൽ സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ ആണ്. DPD എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ ആണ്. FOD എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷൻ ആണ്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ CPD എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ ആണ് വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏറ്റവും അധികം തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ലൈവുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈമറി ഡാറ്റ ഒറിജിനൽ ആണ്, നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യുന്നതാണ്. ആൻഡ് അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ടൈം വേണം, ഒരുപാട് പൈസ വേണം. പിന്നെ എന്താണ്, റോ മെറ്റീരിയൽസിന്റെ ഫോമിലായിരിക്കും. ആൻഡ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ഫോമിലായിരിക്കും. ആൻഡ് അവിടെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ ട്രെയിൻഡ് ആൾക്കാർ വേണം. ആൻഡ് ഈ പ്രൈമറി ഡാറ്റേനെ നമുക്ക് ആഫ്റ്റർ യൂസ് എന്തായി മാറും? സെക്കൻഡറി ഡാറ്റ ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. ഇനി സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനൽ നേച്ചർ അല്ല, ആരോ ചെയ്ത് വെച്ച ഒരു സംഭവം, അല്ലെ ആരോ കളക്ട് ചെയ്ത് വെച്ചൊരു ഡാറ്റ നമ്മളുടെ സ്റ്റഡിക്ക് വേണ്ടി എന്താണ് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അധികം ടൈം വേണ്ട, അല്ലെങ്കിൽ അധികം പൈസ വേണ്ട, ട്രെയിൻഡ് പ്രൊഫഷണൽസ് വേണ്ട. അവിടെ എന്താണ് ആവശ്യമായിട്ടുള്ളത്? ഇൻവെസ്റ്റിഗേറ്റർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്, ഡാറ്റേന്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ആർക്ക് ഉണ്ടായിരിക്കണം? ഇൻവെസ്റ്റിഗേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സെക്കൻഡറി ഡാറ്റ എന്താണ്, നമുക്ക് പ്രൈമറി ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് 2 ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്, ജെൻഡർ തന്നിട്ടുണ്ട്, സ്ട്രീം തന്നിട്ടുണ്ട്. 2 ക്യാരക്ടർ ആണെങ്കിൽ ടേബിൾ വരയ്ക്കേണ്ടത് ഇതുപോലെയാണ്. അവിടെ നമുക്ക് കോളത്തിന്റെ ഹെഡിങ്സ് ഉണ്ടായിരിക്കും ആൻഡ് എന്താണ്, റോ ഹെഡിങ്സ്. അപ്പോൾ ഒരാളെ കോളത്തിലും കൊടുക്കുക, ഒരാളെ റോയിലും കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് എന്തുണ്ടായിരിക്കും, നമുക്കൊരു ടോട്ടൽ ഉണ്ടായിരിക്കും. ഇവിടെയും നമുക്കൊരു ടോട്ടൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതേപോലെ ആയിരിക്കും നമ്മുടെ ടേബിൾ ഉണ്ടായിരിക്കുക. 2 ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ, ഇനി മൂന്നാമതൊരു ക്യാരക്ടർ വരികയാണെങ്കിലോ, അപ്പോൾ ഇവിടെ നമ്മൾ കോളത്തിന് എന്താക്കും, നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. അതിനൊന്നും കൂടെ എന്താണ്, ഒന്ന് പീസ് ആക്കുന്നുണ്ടായിരിക്കും 3 ക്യാരക്ടേഴ്സ് വരുന്ന കേസാണെങ്കിൽ. ഇനി ഇവിടെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സം ഓഫ് പെർസെൻറ്റേജ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? റിലേറ്റീവ് ഫ്രീക്വൻസികളെ സമ്മാണ് ചോദിച്ചെങ്കിൽ അത് ആൻസർ എന്ത് വന്നേനെ? 1 ആയിരിക്കും അതിന്റെ ആൻസർ. സം ഓഫ് പെർസെൻറ്റേജ് ഫ്രീക്വൻസീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ആൻസർ എന്ന് പറയുന്നത് 100 ആയിരിക്കും. റിലേറ്റീവ് ആണെങ്കിൽ 1ഉം പെർസെൻറ്റേജ് ഫ്രീക്വൻസി ആണെങ്കിൽ എത്രയായിരിക്കും? സം 100 ആയിരിക്കും സം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡയഗ്രംസ് ആൻഡ് ഗ്രാഫ്സിന്റെ അതിൽ ഏതൊക്കെയാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയഗ്രംസ് ആൻഡ് ഗ്രാഫ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ചോദിക്കാറുള്ളൊരു സംഭവമാണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ വരും? അവിടെ ഡയഗ്രത്തിലാണെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നില്ല, ഗ്രാഫിലാണെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാഫ് എന്താണ്, ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡയഗ്രം എന്താണ്, അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ കാണാൻ കമ്പയർ ചെയ്യുന്ന ടൈമിൽ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഡയഗ്രംസ് ആണ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ഗ്രാഫുകളാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഡയഗ്രംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ ബാർ ഡയഗ്രം ഉണ്ട്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം ഉണ്ട്, പെർസെൻറ്റേജ് ബാർ ഡയഗ്രം ഉണ്ട്, സബ് ഡിവൈഡ് ബാർ ഡയഗ്രം ഉണ്ട്, ആൻഡ് പൈ ഡയഗ്രം ഉണ്ട്. അതിൽ പൈ ഡയഗ്രം വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കി വെച്ചോളാം, അത് എക്സാമിന് സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജെവ്സ്, സ്കാറ്റർ പ്ലോട്ട്. ഒജെവ്സ് സ്ഥിരമായിട്ട് എസ്എ പാർട്ടിൽ വരുന്നതാണ്. സ്കാറ്റർ പ്ലോട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിസ്റ്റോഗ്രാമും മൾട്ടിപ്പിൾ ടൈംസ് ചോദിക്കുന്ന ഒരാളാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. സോ ഇതിൽ ഓരോ ആൾക്കാരെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡയഗ്രാം ഗ്രാഫും തമ്മിലുള്ള ചേഞ്ചസ് എന്നുള്ളതും കൂടെ അതൊന്നും കൂടെ നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാൽക്കുലേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല, ജസ്റ്റ് എന്താണ് ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്, ഈ വാല്യൂസ് നേരെ എന്താണ് ഗ്രാഫ് ആക്കി മാറ്റുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി പൈ ഡയഗ്രത്തിന്റെ കേസിലാണെങ്കിലോ അവിടെ അങ്ങനെയല്ല. അവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ. ഈ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ വെച്ചിട്ടും മുൻപ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ആംഗിൾ ഇസ് ഈക്വൽ ടു F/n × 360. ഇതാണ് നമ്മളുടെ പൈ ഡയഗ്രത്തിന് വരയ്ക്കണമെങ്കിൽ ആംഗിൾസ് വേണം. ആംഗിൾ കാണാനുള്ള
ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? F/n × 360 ഡിഗ്രി ആണ്. ഇനി ഇവിടെ ഹിസ്റ്റോഗ്രാമിലേക്ക് ആവുമ്പോൾ കാൽക്കുലേഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഇവിടെ വാല്യൂസ് നോക്കുക, 0 മുതൽ എവിടെ വരെയാണ്? 60 വരെ. അത് നമ്മൾ കൊടുക്കുന്നത് എക്സ് ആക്സിസിലായിരിക്കും. അപ്പൊ സ്കോർ 0 മുതൽ 60 വരെ ഞാൻ എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എത്ര ഹൈറ്റിൽ വേണം വൈ ആക്സിസ് വരയ്ക്കാനായിട്ട്. ഇവിടെ ഏറ്റവും മാക്സിമം വാല്യൂ ആർക്കാണോ നോക്കാം. അപ്പൊ മാക്സിമം എവിടെ വരെ വേണം? 15 വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ വൈ ആക്സിസിൽ വരുന്ന എന്താണ്? ഫ്രീക്വൻസീസ്, അഥവാ ഈ ഒരു കേസിലാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. യൂഷ്വലി വേരിയബിൾ ആണ് എക്സ് ആക്സിൽ വരിക. വൈ ആക്സിൽ വരുന്ന ആളായിരിക്കും, അത് നമ്മളുടെ ഫ്രീക്വൻസീസ് ആയിരിക്കും വൈ ആക്സിൽ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 0 to 10 എത്രയാണ്? 8. 10 to 20 12, 20 to 30 15, 30 to 40 13, 40 to 50 ഇവിടെ നോക്കുകയാണെങ്കിൽ 7. ഇനി 50 to 60 വരുന്നത് 3 ആണ്. സോ ഇതേപോലെ എല്ലാ ആൾക്കാരും ഈ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഈ ചിത്രം അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ ഫുൾ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമായിരുന്നു. സോ ഇതേപോലെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് 20 മാർക്കാണ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് അതിൽ അഡീഷൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, എക്സാം ഒക്കെ അടിപൊളിയാക്കുക. ഓൾ ദ ബെസ്റ്റ്.